ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ആണേ. അപ്പോൾ ഞാൻ സ്മിട്ടൺ, നമ്മളൊക്കെ എല്ലാവർക്കും ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പർച്ചേസിങ് ആപ്പാണല്ലോ. അപ്പോൾ ഞാനും ട്രൈ ചെയ്ത് നോക്കണമെന്ന് കരുതിയതായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി, പക്ഷേ എനിക്ക് ഇന്നലെ ആയിരുന്നു കേട്ടോ. പക്ഷേ അവർ പറഞ്ഞ ഡെലിവറി ഡേറ്റ് തന്നെ സാധനം എത്തിയിട്ടുണ്ട്. ഞാൻ പർച്ചേസ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. ഇന്നലെ അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല. കാരണം മോൻ നല്ല ചെറിയ വാക്സിനേഷൻ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല ബുദ്ധിമുട്ടൊക്കെ അവന് ഉണ്ടായതുകൊണ്ട് ഇതൊന്നും അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവനെ കെയർ ചെയ്തിരിക്കലായിരുന്നു പണി. പേടിക്കണ്ട, ഇത് അൺബോക്സ് ചെയ്യാനുള്ള കത്തിയാണ്. ഞാൻ അവിടെ തരുന്നിട്ടൊന്നും സിസേഴ്സ് ഒന്നും കാണാനില്ല. അപ്പോൾ ഞാനൊരു കത്തി എടുത്ത് വന്നത് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പെട്ടി വന്നിട്ടുള്ളത്. എനിക്ക് ടോട്ടലി 199 റുപ്പി ആയിട്ടോ അതിന്. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ്. കുത്തിപ്പിടിക്കേണ്ടി വരും ഒന്നുണ്ട് കേട്ടോ. അതെന്തായാലും അൺബോക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇത് കുറച്ച് സിസർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ സിസറൊന്നും കാണാനില്ല, ഞാൻ കത്തിപ്പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളെ പാക്കേജിങ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനൊരു സാധനം വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം കേട്ടോ. എനിക്കൊരു ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കേജിങ് കാര്യങ്ങളൊക്കെ. പിന്നെ 199, അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് വന്ന് ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ആക്ച്വലി ഇതെന്താണ്, ഒരു മിനിറ്റ്, ഇത് പാക്കാട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ പാക്കാണ്. നമ്മളെ ഇതൊരു പാക്കാണ് കേട്ടോ ഗൈസ്. അതായത് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടല്ലോ, അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കാണിത്. ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാണ് ഞാൻ ടെക്സ്ചർ. എനിക്ക് തോന്നുന്നു ഇതിൽ വാട്ടർ എന്തെങ്കിലും ചേർത്ത് അപ്ലൈ ചെയ്യാനായിരിക്കാം. പക്ഷെ എനിക്കെന്തോ എത്രയായിട്ട് പിടിച്ചില്ല. നെക്സ്റ്റ് പോയിട്ട് നോക്കാം. നെക്സ്റ്റ് ഇതാണ് കേട്ടോ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഫ്രീ ഗിഫ്റ്റാണിത്. ഇതാണ് നമുക്ക് ലവ് ആൻഡ് ബ്യൂട്ടീൻ്റെ ഷാമ്പു ആണിത്. ഓണിയൻ ഷാമ്പു ആണ്. അപ്പോൾ ടെസ്റ്റിംഗ് അല്ലേ, അപ്പോൾ ഇത് ഇത്ര വലുപ്പമുണ്ട്, ഒരു വിരലിന് ഇത്ര വലുപ്പമുണ്ട് ഗൈസ്. പിന്നെ പിന്നെ ഞാൻ മാമായത്തിൻ്റെ വൈറ്റമിൻ സി ഫേസ് വാഷ്, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ്. ഇപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ അവിടെ കണ്ടപ്പോൾ ഇത് അതിൽ ആഡ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഇത് ഡേ ക്രീമാണ് കേട്ടോ. ഡേ ക്രീമാണ്. ഗാന്ധിയുടെ ഡേ ക്രീമാണ്. അത് കുഴപ്പമില്ല, അത്യാവശ്യം സ്മെല്ലൊക്കെ ഉണ്ട് ഗൈസ്. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് ലീക്കായി. എന്നാലും വെറുതെ കളയണല്ലോ ഗൈസ്, നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്യാഷിനൊക്കെ എന്താ വില. ഓക്കെ, കുഴപ്പമില്ല, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗാന്ധിയുടെ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഗാന്ധിയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുന്നത്. പിന്നെ ഇതൊരു ഫേസ് സ്ക്രബാണ്, നമ്മളെ എം കഫേയുടെ ഫേസ് സ്ക്രബാണ്. വലുപ്പം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു വലുപ്പം. ഇത് 20 ഗ്രാമാണ് കേട്ടോ. പിന്നെ എന്താ, ഇത് കഫേയുടെ അൺഡ്രൈ ക്രീമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഹെഡ്സ്, ഇപ്പോൾ മോന് രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഐ ക്രീം മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് പുതിയൊരു ബ്രാൻഡാട്ടോ. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ സംഭവം ഇവർ നിങ്ങളതിനെ വായിച്ചോളൂ ഗൈസ്. ഇതാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത്. ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, ബ്രാൻഡ് പേര് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് ലെറ്റർ എ ആണെന്ന് തോന്നുന്നു, കാരണം ഒരു മോഡലിലാണ് അവർ ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഇത് പിൽഗ്രിമിൻ്റെ റെറ്റിനോൾ നൈറ്റ് ക്രീമാണ്. ഹൈഡ്രോളിക് ആസിഡ് ആൻഡ് വിറ്റാമിൻ സി. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചൊരു ക്രീമായിരുന്നു കേട്ടോ.
ഫൈനലി അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് ട്രയൽ പാക്കല്ലേ അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മേടിക്കാമെന്ന് കരുതി. ഇത് അത്യാവശ്യം നല്ല അടിപൊളി പാക്കേജിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ തുറക്കൊക്കെ വേണം, കുഴപ്പമില്ല. പിന്നെ ഇത് മോയ്സ്ചറൈസറാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണം ഡോട്ട് ആൻഡ് കീൻ്റെ, അതേപോലെ തന്നെ നമ്മളെ നിവ്യ അല്ല പോൺസ് മാറിപ്പോയതാണ്, പോൺസിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പോൺസിൻ്റെ ആയിട്ട് ഞാൻ വർഷങ്ങളോളം പോൺസിൻ്റെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഇപ്പോൾ അടുത്താണ് ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇറ്റ്സ് ഓക്കെ, പക്ഷേ പോൺസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും പുതിയൊരു മോയ്സ്ചറൈസർ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മോയ്സ്ചറൈസറിൻ്റെ ട്രയൽ പാക്ക് കണ്ടത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എഴുതിയിട്ടു. കാണുന്നില്ല ഗൈസ്? ഓക്കെ, ഇത് സെറമാണ്. ഇത് വാക്താസ് എന്നാണ് തോന്നുന്നത് കേട്ടോ. വാക്ത സ്കിൻ കെയർ, അതാണ് ഈ ബ്രാൻഡിന് നെയിം വന്നിട്ടുള്ളത്. ഫേസ് സെറമാണ്. കഴിഞ്ഞു ഗൈസ്. അയ്യോ, പിന്നെ പാക്കേജിങ് കുറച്ച് എൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിലാണ് പോലാതെ. എൻ്റെ റബ്ബേ, ഇത് കണ്ടോ നിങ്ങൾ? ഫേസ് സെറം ആക്ച്വലി ഞാൻ കുറച്ചെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, ഒരു കുഞ്ഞ് സെറം എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞ് സെറം കേട്ടോ. എന്നാലും ട്രയൽ പാക്കല്ല, എത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ നമ്മൾ. പിന്നെ ഇത് ജസ്റ്റ് ഹെർബ്സ് തന്നെ. എൻ്റെ തന്നെ ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് ലിപ് മാസ്ക് കേട്ടോ. നമ്മൾ ഇവിടെ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല, അടിയിൽ പോയി തപ്പാണ്. ഇതെന്താ ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. അത് ലിപ് മാസ്കാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ചിട്ട് റിവ്യൂ പറയാം, അതെനിക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഏറ്റവും സൺറൈസ് സാറാണ്, കുഞ്ഞ് സാറാണ്. ഓക്കെ, ഫൈനൽ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്തായാലും റിവ്യൂ കാര്യങ്ങളൊക്കെ അറിയിക്കാം. എൻ്റെ ഫേവറേറ്റ് ആയത് ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്തേണ്ട ഏതൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.